ഈ വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യക്കുള്ളിലെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഈ ഫുൾ ആൻഡ് ഫുൾ പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം ടച്ച് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. അപ്പോൾ ഈ റഷ്യൻ പ്രസിഡന്റിന് നമ്മളുടെ രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ട് വിരുന്നൊരുക്കുന്ന സമയത്ത് ശശി തരൂരിന് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ല. അതുപോലെ ഓപ്പോസിറ്റ് പാർട്ടി ലീഡറായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയ്ക്കും ഇൻവിറ്റേഷൻ ലഭിച്ചില്ല. ഇതിനകത്ത് മല്ലികാർജുൻ ഖാർഗെയെ നമുക്ക് ഇഗ്നോർ ചെയ്യാം. പക്ഷേ ഒരു ഓപ്പോസിറ്റ് പാർട്ടി ലീഡർ എന്നുള്ള നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു ക്ഷണം ലഭിക്കേണ്ടതാണ് ന്യായപ്രകാരം. രാഹുൽ ഗാന്ധി ഏത് തരത്തിലുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജി ഉള്ള ആളാണെങ്കിലും ശരി തന്നെയാണ്. വ്യക്തിപരമായി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത് പറയുന്നതെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഒരു ക്ഷണം കൊടുക്കേണ്ടതാണ്. ഇനി ഒരു പക്ഷേ രാഹുൽ ഗാന്ധിനെ അവിടെ വന്നിട്ട് ഇനി വോട്ട് ചോർ അത് ഇതെന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നോ നമുക്കറിയില്ല. വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുത്തില്ല. പക്ഷെ അതേസമയം അതേ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ശശി തരൂരിന് ഇൻവിറ്റേഷൻ ലഭിച്ചു. ശശി തരൂർ അതിന് എൻ്റെ നേതാവിന് ഇൻവിറ്റേഷൻ, അതായത് ഓപ്പോസിറ്റ് പാർട്ടി ലീഡറായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ക്ഷണം ലഭിച്ചില്ല, അപ്പം അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞില്ല. അതിന് പകരം കോൺഗ്രസ് ആയിരിക്കുമല്ലോ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ട് ശശി തരൂർ ഈ വിരുന്നിൽ പങ്കെടുത്തു. അതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പം ഇതേ ഡിന്നറിൽ പുടിൻ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഉക്രൈൻ ക്രൈമിയയിൽ മാസീവായിട്ടുള്ളൊരു അറ്റാക്ക് ഇന്നലെ രാത്രി അവർ ടാർഗറ്റ് ചെയ്തത് ക്രൈമിയയിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റാണ് അവർ ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ പുടിൻ നേരെ ഇന്നലെ വൈകുന്നേരമാണ് പുടിൻ മടങ്ങിയത്. ഇന്നലെ വൈകുന്നേരം ജയശങ്കറാണ് സെൻഡ് ഓഫ് ചെയ്തത്. എയർപോർട്ടിൽ തന്നെ ചെന്ന് ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് പിരിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്നലെ വൈകുന്നേരം തന്നെ പുടിൻ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു മോസ്കോയിലെത്തി. മോസ്കോയിൽ എത്തിയ പാട് തന്നെ ഈ വിഷയത്തിലേക്കാണ് വരുന്നത്. എവിടെ? ഉക്രൈൻ്റെ വിഷയത്തിലേക്ക്. എന്ത് സംഭവമാണെന്ന് അറിയത്തില്ല. താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ, ഉക്രൈൻ്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ. ഏതാണ്ട് 9 പ്രൊവിൻസിലെ അറ്റാക്ക്, 650-ലധികം ഡ്രോൺ, 51 മിസൈൽ, മാരകമായിട്ടുള്ള ആക്രമണം. കീവ്, ടിനിപ്രോ, ടെർണോഫിൽ, സെബ്രോഷീഷ്യ ഇങ്ങനെയുള്ള പല ഏരിയകളിൽ തകൃതിയായിട്ടുള്ള ആക്രമണം. നാശനഷ്ടങ്ങളുടെ കണക്ക് ഇനി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ഉക്രൈനിലെ സെലൻസ്കി ആണെങ്കിൽ ഇന്ന് ലണ്ടനിൽ എത്തിയിട്ടുണ്ട്. ലണ്ടനിൽ വെച്ചിട്ടൊരു മീറ്റിംഗ്. അവിടെ വെച്ചിട്ടുള്ള മീറ്റിംഗ് എന്തിനാണെന്ന് പറഞ്ഞാൽ കുറേ വിഷയങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. കാരണം ഇപ്പം യൂറോപ്പ് ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യൂറോപ്പ് ശരിക്കും പറഞ്ഞാൽ ഹോപ്പ്ലെസ്. യൂറോപ്പിനെ ഈ യുദ്ധവുമായിട്ട് ഒരു രീതിയിലുള്ള ബന്ധവുമില്ല എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു കൺസിഡറേഷനിൽ കൊണ്ട് എത്തിച്ചുകൊണ്ട് ഉക്രൈനെ മാത്രം മെയിൻ പിക്ചറിൽ എടുത്തുകൊണ്ടുള്ള ഒരു നെഗോസിയേഷൻ പ്ലാനിനാണ് അമേരിക്കയും റഷ്യയും ഒരുങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ യൂറോപ്പിന് ഒരു രീതിയിലുള്ള പോസിബിലിറ്റീസും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തകൃതിയായിട്ട് ഉക്രൈനെ വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം യൂറോപ്പ്, നാറ്റോ രാജ്യങ്ങൾ ഒരു ചേരിയിൽ, ഉക്രൈൻ മിഡിലിൽ, ഇപ്പുറത്തെ അമേരിക്ക, റഷ്യ. ഇതാണ് ഇപ്പോൾ നിലവിലെ സീൻ. അപ്പോൾ ഇതിനകത്ത് ലണ്ടനിൽ പോകുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ മിലിറ്ററി സപ്പോർട്ട്, ഫൈനാൻഷ്യൽ എയ്ഡ്, ലോങ് ടേം സെക്യൂരിറ്റി ഗ്യാരണ്ടി, എയർ ഡിഫൻസ് കോപ്പറേഷൻ. ജർമ്മനിക്ക് തന്നെ എയർ ഡിഫൻസ് ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് 3 ആരോ 2 എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം ഇസ്രായേലിന്റെ പക്കൽ നിന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും കൂടി എങ്ങനെയാണ് ഇപ്പം ഉക്രൈൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ശരിയാക്കാൻ പോകുന്നത്? അമേരിക്ക തന്നെയാണ് അവിടെ ഇടപെടേണ്ടത്. പക്ഷേ ഇപ്പോൾ അമേരിക്ക മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉക്രൈനിലെ സെലൻസ്കി രണ്ട് സൈഡിലും അങ്ങോട്ട് നീങ്ങാൻ പറ്റാതെ ഇങ്ങോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം അമേരിക്കയുടെ നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞാൽ കറപ്ഷൻ കേസിൽ പെടും. ഇനി അമേരിക്കൻ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യൂറോപ്യൻ ഏരിയയിൽ വലിയ രീതിയിലുള്ള ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും. അപ്പം ഇപ്പൊ സെലൻസ്കി ചോദിച്ചിരിക്കുന്നത് ഈ പോയിന്റുകൾ, ഈ മേൽ പറഞ്ഞ പോയിന്റുകളെല്ലാം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ എനിക്ക് തരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യുദ്ധം തുടരാം. അതിൽ പ്രധാന മിലിറ്ററി സപ്പോർട്ടും ഫൈനാൻഷ്യൽ എയ്ഡുമാണ്. പൈസ വളരെ പ്രാധാന്യം. പൈസ കിട്ടിയാൽ ഞാൻ തുടരും, പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ തുടരില്ല. ഇതാണ് ഇപ്പോൾ സെലൻസ്കിയുടെ നിലപാട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇനി പൈസ കിട്ടിയാൽ തന്നെയും ഇപ്പുറത്തുനിന്ന് അഴിമതി ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ആന്റി കറപ്ഷൻ ബ്യൂറോയെ തിരികൊളുത്തി വിടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന പൈസയെങ്കിലും മേടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സെലൻസ്കിയുടെ തീരുമാനം. പിന്നെ ഇതിലെവിടെയും ഈ ലണ്ടനിൽ പോയി നടത്തുന്ന ചർച്ചയിൽ ടെറിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റിയെ കുറിച്ച് പറയുന്നില്ല. അതായത് ഉക്രൈൻ്റെ ലാൻഡിനെ കുറിച്ച് ഒരു രീതിയിലുള്ള കൺസേണും സെലൻസ്കി ഇപ്പോൾ ഇതിനകത്ത് പറയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് സെലൻസ്കി ഓൾമോസ്റ്റ് റെഡി ടു സറണ്ടർ. അതാണ് മനസ്സിലാക്കേണ്ടത്. പുള്ളിക്കാരൻ ഈ ഒരു യുദ്ധം നിർത്താൻ മാനസികമായിട്ട് ഇതിനെ പ്രിപ്പയർ ആയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ യൂറോപ്പും നാറ്റോയും പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ നിർത്താൻ പാടില്ല, നിർത്തരുത് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ അഗ്രസീവായിട്ടാണ് മുന്നോട്ട് വരുന്നത്.
ഇപ്പൊ തടയാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ് ഉക്രൈൻ. ഇനി യൂറോപ്പിന് മേളിൽ കടുത്ത സമ്മർദ്ദം. അമേരിക്ക, യൂറോപ്പിനും അമേരിക്കയ്ക്കും ഇടയിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് അത് കൃത്യമായിട്ട് അമേരിക്ക എന്ന് പറഞ്ഞിരിക്കുകയാണ്. 250 ബില്യൺ US$ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഏതാണ്ട് 48 ആ ഒരു റേഞ്ചിലാണ്, 40 ബില്യൺ 45 ബില്യൺ റേഞ്ചിലാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ്. ഇവിടെ യൂറോപ്പിന്റെ ട്രേഡ് ഡെഫിസിറ്റ് നോക്കിക്കോ, 250 ബില്യൺ US$. അപ്പം ഈ ഒരു ചൂണ്ടിക്കാണിക്കൽ, അതായത് അമേരിക്കയുടെ ഈ രീതിയിലുള്ള ഒരു ചൂണ്ടിക്കാണിക്കൽ യൂറോപ്പിനെ വിഷമത്തിലാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ ഒരു ക്ലാഷ് ആണ് ഇപ്പം നിലവിൽ. കാനഡ ഗ്രിപ്പൻ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ സംസാരിച്ച് മുന്നോട്ട് വന്നെങ്കിലും അമേരിക്ക കാനഡയെ ഒന്ന് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മാർക്ക് കർണയുമായിട്ട് സംസാരിച്ച് ഗ്രിപ്പൻ ഡീൽ നടക്കരുത്, അതിനു വേണ്ടിയിട്ട് അമേരിക്ക എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ മുന്നോട്ട് തുടരുകയാണ് അമേരിക്ക കാനഡ. ഏത് വിധേനയും യൂറോപ്പിനെ പൂട്ടി അടിമയാക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ നിലവിലെ ഒരു അജണ്ട. അവരുടെ ഒരു മെയിൻ ഗോൾ അതാണ്. ഈ ട്രേഡ് ഇംബാലൻസ് ഇത്രമാത്രം വരാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത് ഫാർമസ്യൂട്ടിക്കൽ മേഖലയാണ്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന പോലെ അത്ര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അല്ല അമേരിക്കയുടെ ഉള്ളിലേക്ക് യൂറോപ്പിൽ നിന്നും വരുന്നത്. യൂറോപ്പിലുള്ള രാജ്യങ്ങൾ പലതും മാനുഫാക്ചറിങ് ചെയ്യുന്ന മെഡിസിൻസ് എല്ലാം തന്നെ വളരെ ചീപ്പർ കോസ്റ്റ് ആണ്. അതിൽ പല മെഡിസിൻസും ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് കേട്ടോ. അതിനെ അവർ യൂറോപ്പിൽ എത്തിയിട്ട് റീബ്രാൻഡിങ് ചെയ്ത് അവരുടെ പേരിൽ വൻ വിലയ്ക്ക് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാണ്. ചില മെഡിസിൻസ് ഒക്കെ അവരുടെ ബ്രാൻഡ് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ അത് ആ രാജ്യത്തേക്ക് മാത്രമാണ് ഇന്ത്യ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രൊഡക്ഷൻസ് ഒക്കെ ഇന്ത്യക്കുള്ളിൽ നടക്കുന്നുണ്ട്. തുച്ഛമായ വിലയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മെഡിസിൻസ് എല്ലാം തന്നെ വമ്പൻ വിലയ്ക്ക്, അതായത് $1 വില വരുന്ന മരുന്നെല്ലാം തന്നെ $50 വിലയിലാണ് വിൽക്കപ്പെടുന്നത് അമേരിക്കയുടെ ഉള്ളിൽ. ഈ ഒരു വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കിടപ്പുണ്ട്. അത് ഇൻഷുറൻസ് കമ്പനികൾ, പ്രധാനപ്പെട്ട ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്ന കമ്പനികളെല്ലാം തന്നെ ഇതിന്റെ പുറകിലുണ്ട്. ഈ കളിയുടെ പുറകിൽ ഈ കുറഞ്ഞ വിലയുടെ മരുന്ന് കൂടിയ വിലയ്ക്ക് അമേരിക്കയിൽ വിൽക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം. ഈ ജനറിക് മെഡിസിൻസ് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് ട്രംപ് തടയാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായ? ഇതാണ് അതിന്റെ കാരണം. കാരണം ജനറിക് മെഡിസിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് ആ മെഡിസിന്റെ പേരിൽ തന്നെ പോകുന്ന മെഡിസിനാണ്. ഈ ജനറിക് മെഡിസിൻ എന്ന് പറയുമ്പോഴത്തേക്കും പാരസിറ്റമോൾ എന്ന് പറയുന്ന ആ ഒരു പനിക്ക് കഴിക്കുന്ന ആ ഒരു മരുന്ന്, ആ പാരസിറ്റമോൾ എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു പേരാണ് അതിന്റെ ജനറിക് നെയിം. ആ പാരസിറ്റമോളിന് പല ബ്രാൻഡിൽ പേരുണ്ടാവും, കൽപോൾ, ഡോളോ, അങ്ങനെ പല പല പേരുകളുണ്ടാവും. ഇതാണ് അതിന്റെ ബ്രാൻഡ് നെയിം. പക്ഷേ മെഡിസിൻ പാരസിറ്റമോളാണ്. അപ്പം അമേരിക്ക ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ പാരസിറ്റമോൾ എന്ന് പറഞ്ഞ ഈ ഒരു മെഡിസിൻ നിർത്തിയില്ല. പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും അമേരിക്കയുടെ ഉള്ളിൽ നമ്മൾ ഇവിടെ നിന്ന് പാരസിറ്റമോൾ അയക്കുന്നുണ്ട്. അവരത് വാങ്ങി റീബ്രാൻഡ് ചെയ്ത് അവരുടെ ബ്രാൻഡിൽ അമേരിക്കയുടെ ഉള്ളിൽ വൻ വിലയ്ക്ക് വിൽക്കുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ എന്താണ്, മെഡിസിന്റെ പ്രൈസ് കൂട്ടിയിടുക, എന്നിട്ട് അതിന്റെ കോ പേയ്മെന്റ് എന്നുള്ള രീതിയിൽ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് തന്നെ കൂടിയ തുക വാങ്ങിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, $10 മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ കോ പേയ്മെന്റ് $2 പേ ചെയ്താൽ മതി. പക്ഷേ അതേസമയം മെഡിസിന്റെ വില $100 ആയിട്ട് ആക്കി കഴിഞ്ഞാൽ അപ്പോഴും ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ജനറിക് മെഡിസിന്റെ വില $1 തന്നെയാണ്. ആ $1 മെഡിസിനാണ് $100 എന്ന വിലയ്ക്ക് വിൽക്കുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ 20% കോ പേയ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും $20 കസ്റ്റമർ പേ ചെയ്യേണ്ടി വരുന്നത് കോ പേയ്മെന്റിൽ. അപ്പൊ ഇത് ചെറിയൊരു കണക്കാണ്. ഇത് മാസീവായിട്ട് വലിയ തോതിൽ മെഡിസിൻസ് ആവശ്യം വരുന്ന ഒരു പേഷ്യന്റിന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നിങ്ങൾ നോക്കൂ. ഈ രീതിയിലുള്ള ചൂഷണങ്ങൾ ഇൻഷുറൻസ് കമ്പനി ത്രൂ അമേരിക്കയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഇതുകൊണ്ട് മന്ത്ലി അവർ ഇൻഷുറൻസ് കമ്പനിക്ക് അടയ്ക്കേണ്ട പ്രീമിയം എമൗണ്ട് കൂടുകയാണ്. പണ്ട് $200 അടച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ $1000 അടയ്ക്കേണ്ടി വരുന്നത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട്, ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിലുള്ള യാഥാർത്ഥ്യം അമേരിക്കയുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. എനിവേ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ യൂറോപ്യൻ കമ്പനികൾ ഇങ്ങനെ മാസീവായിട്ടുള്ള ബില്ല് ചാർജ് ചെയ്യുന്നുണ്ട് ഈ മെഡിസിന്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ട് ട്രംപ് പറയുന്നത് യൂറോപ്യൻ മെഡിസിൻ കമ്പനികളെല്ലാം തന്നെ യൂറോപ്യൻ മെഡിസിൻ മാനുഫാക്ചറർ അമേരിക്കയുടെ ഉള്ളിലേക്ക് വരിക, അവിടെ വന്നിട്ട് നിങ്ങൾ മാനുഫാക്ചറിങ് ചെയ്യൂ, അവിടെ വെച്ചിട്ട് നിങ്ങൾ മരുന്ന് വിൽക്കും. അമേരിക്കയുടെ ഉള്ളിൽ വന്നിട്ട് ഇനി മരുന്ന് വിറ്റാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുടെ തീരുമാനം. ഇതിലിപ്പം യൂറോപ്പ് എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് നമുക്കറിയില്ല. യൂറോപ്പിനെ വരിഞ്ഞു മുറുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ വിഷയം മാത്രമാണ്. ഇനി യൂറോപ്പിനെ ചുറ്റിപ്പറ്റി കുറേ വിഷയങ്ങൾ അമേരിക്കയുടെ സൈഡിൽ നിന്നും ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വാർത്ത. ഇന്തോനേഷ്യയിൽ മാസീവായിട്ടുള്ള ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യ, സുമത്ര ഐലൻഡ്, ഇവിടെ എല്ലാം തന്നെ കനത്ത നാശനഷ്ടങ്ങളാണ്. അതിതീവ്ര മഴ, അതുപോലെ തന്നെ മണ്ണൊലിച്ചൽ, വെള്ളപ്പൊക്കം, ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. 1000 പേരിലധികം ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഫ്ലഡിൽ. അതുപോലെ തന്നെ 350-ലധികം ആൾക്കാരെ കാണാനില്ല എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. മാസീവായിട്ടുള്ള ലാർജ് സ്കെയിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതായത് ബിൽഡിങ്ങുകൾ, വീടുകൾ എല്ലാം തന്നെ ഒലിച്ചു പോകുന്ന അവസ്ഥയാണ്. റെസ്ക്യൂ ഓപ്പറേഷൻസ് ഇപ്പം ഓൺ ഗോയിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ ഒരു ഫ്ലഡിന് ശമനമില്ല, മഴയ്ക്കും ശമനമില്ല എന്നുള്ളതാണ്, തുടരുകയാണ്. അതുപോലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ടെൻഷൻ കണ്ടിന്യൂ ആവുന്നുണ്ട്. ഇന്നലെ കൂടി പാകിസ്ഥാന്റെ പല മിലിറ്ററി പോസ്റ്റുകളും അഫ്ഗാനിസ്ഥാൻ
അടിച്ച് തൂത്തുപറക്കി കളഞ്ഞിട്ടുണ്ട് ബോർഡർ ഏരിയയിൽ. ഇതിനകത്ത് നിരവധി പാക് സോൾജേഴ്സിന് പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇതിനകത്ത് ഖൈബർ റീജിയൻ, നോർത്ത് വസിറിസ്ഥാൻ, അതേപോലെ തന്നെ കുറച്ച് ട്രൈബൽ ഏരിയ, ഈ ഏരിയയുമായിട്ട് ഫോക്കസ് ചെയ്താണ് അറ്റാക്ക് നടന്നത്. പാകിസ്ഥാൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഹൈ അലേർട്ടാണ്. ഈ ക്രോസ് ബോർഡർ തീവ്രവാദം എന്നാണ് അവർ ഈ അഫ്ഗാനിസ്ഥാന്റെ സൈഡിലുള്ള ആക്രമണത്തിനെ വിശേഷിപ്പിക്കുന്നത്. തീവ്രവാദികൾ തന്നെ പറയുകയാണ് ക്രോസ് ബോർഡർ തീവ്രവാദം എന്നിട്ട്. ഇപ്പോൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനികളാണ്, അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികൾ. അവന്മാർ തന്നെ പറയുകയാണ് ക്രോസ് ബോർഡർ തീവ്രവാദം എന്ന്. അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ മാസീവ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ്. ഈ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ തടയൽ ഉൾപ്പെടെയുള്ള പല രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ നടക്കുന്നത്. ശരിക്കും മുഹമ്മദ് യൂനസ്, നിലവിലെ താൽക്കാലിക ഉപദേഷ്ടാവ്, നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള യൂനസിനെതിരെയാണ് ഈ ഒരു പ്രതിഷേധം അവിടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് പാർട്ടികളും, അവാമി ലീഗ് അതേപോലെ തന്നെ BNP, രണ്ട് പാർട്ടികളിൽപ്പെട്ട ആൾക്കാരും ഈ നിലവിലെ ഭരണകൂടത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ അവിടെ നടത്തുന്നത്. പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ ഡാക്ക, ചിറ്റഗോങ് ഈ ഏരിയയൊക്കെ കേന്ദ്രീകരിച്ച് പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ട്രെയിൻ തടയുന്നു എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.